ഹലോ എവരിവൺ, സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായിട്ടുള്ള എത്തിഗ്ലോ ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇതൊരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ബ്ലംഷസ് കുറയ്ക്കാനും സ്കിൻ ഇവൻ ടോൺ ആക്കാനും ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ ഈ ഫേസ് വാഷ് മെഡിക്കൽ സ്റ്റോറിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ റേറ്റ് വരുന്നത് 70 ഗ്രാമിന് 260 റുപ്പീസ് ആണ്. ഇതിലെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കോജിക് ആസിഡ്, ലിക്കോറൈസ് എക്സ്ട്രാക്ട്, നയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ആക്നേക്കും പിമ്പിൾസിനും വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഡാർക്ക് സ്പോട്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ബ്ലമിഷസ് ഇതൊക്കെ മാറ്റിയിട്ട് സ്കിന്നെ ഇവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവും. ആ കയ്യിലേക്ക് വളരെ കുറച്ച് മാത്രം ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. കുറച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പത വരും. അതുകൊണ്ടാണ് വളരെ കുറച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ പത ഫേസിന് നെക്കിലാക്കിയിട്ട് നല്ലോണം മസാജ് ചെയ്യണം. അതിനുശേഷം കഴുകി കളയാം. ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുള്ള എന്റെ റിവ്യൂ പറയാം. ഞാൻ ഫേസിൽ നല്ല ആക്നെ മാസൊക്കെ ഉള്ള സമയത്താണ് ഈ ഒരു ഫേസ് വാഷ് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഈ ഫേസ് വാഷ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസും സ്കിന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഒരു സോഫ്റ്റ് ആയ ഒരു ഫീലിംഗും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂസ് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പുതിയ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഞാൻ യൂസ് ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് പുതിയ പിമ്പിൾസ് വന്നു. അങ്ങനെയായപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചു. അപ്പോൾ വീണ്ടും ആ പിമ്പിൾസ് ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചതല്ലേ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ നോക്കി. അപ്പൊ യൂസ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് പുതിയ പുതിയ പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. എന്റെ സ്കിന്നിന് ഈ ഒരു ഫേസ് വാഷ് ഒട്ടും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഈ ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫേസിൽ ആക്നെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കുറച്ച് മാർക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫേസിലെ ആക്നെ ഉള്ള സമയമാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോ മാർക്സ് മാത്രമേ ഉള്ളൂന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ് വാഷ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ ഫേസ് വാഷ് 1-2 വീക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ് ക്ലിയർ ആവുന്നില്ല. മിനിമം ഒരു 3 to 4 months യൂസ് ചെയ്താലാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ഫേസ് വാഷിനൊക്കെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.